സനല് മരിച്ചിട്ട് ഇപ്പൊ മാസം 3-4 ആയില്ലേ. ഇനിയെങ്കിലും നിനക്കൊരു കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. പിന്നെ കല്യാണം എന്റെ പൊന്നേച്ചി, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു പൊക്കോളാം. ഇപ്പോഴും സമാധാനമൊക്കെ ഉണ്ട്. അതെ, ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്? എനിക്ക് എന്റെ മോളുണ്ട്, അവക്ക് ഞാനും എനിക്ക് അവളും, അത് മതി. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണ ഒരു പയ്യയില്ലേ, അവൻ ആരുടെ? ഞാൻ വിചാരിച്ചു നീ അവനും തമ്മിൽ എന്തൊരു ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചു. ആര്? ദീപക്കോ? ആ ദീപക്ക. എന്റെ ചേച്ചി, അവൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യൻ ഓഫീസില്. ഞാനല്ലടി ഇത് പറയണത്, നാട്ടുകാരാണ് പറയണത്. അവന് നീയും തമ്മിൽ എന്തൊരു ഒരു ഇതുണ്ടെന്ന്. എന്തുണ്ടെന്ന്? എന്തോ ആളുകൾ പറയണത് എനിക്കറിയാവൂ എന്റെ പൊന്ന് ദീപ്തി. അല്ല, നാട്ടുകാർ എന്താ ചേച്ചി പറയണേ? നാട്ടുകാരെന്തൊരു പറയാൻ വേണ്ടിയിട്ട് അവര് പറയണ് നീ എനക്ക് അഹങ്കാരവും കയ്യും കാലും വെച്ച് നടക്കണമെന്ന്. സത്യമായിട്ട് ദീപ്തി, ഓരോരുത്തന്മാരെ നീ നേരം വെളുക്കുമ്പോ വീട്ടിനകത്ത് കയറ്റി കൊണ്ടുവരികയാണെന്നാണ് അവര് പറയണത്. എന്തൊരു ആളുകളാണെന്തോ ഇവിടെയുള്ള നാട്ടുകാരെ കുറിച്ച് നിനക്കറിയാലോ ദീപ്തി. ഞാൻ പറഞ്ഞ് നീ വിശ്വസിരെന്നെ, എനിക്ക് നിന്റെ കുറെ കാലം കൊണ്ട് അറിയാമല്ലോ. അവള് കൊച്ചു പെണ്ണല്ലേ, അവക്ക് ഇനിയും കാലം കിടക്കണം. ഒരു കല്യാണം കഴിച്ചാൽ എന്തൊരു കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞടി. അല്ലെങ്കിലും ചേച്ചീനെ എനിക്കറിയാലോ. ഞാൻ ഈ നാട്ടുകാരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അല്ല, ഞാനും മോളും ഇവിടെ 3 വർഷമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണേ. ഞങ്ങൾ വല്ലതും കഴിച്ചോ, ഞങ്ങൾ ഹാപ്പിയാണോ, എങ്ങനെയാ കുടുംബം നടന്നു പോകുന്നതെന്ന് അന്വേഷിക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. ഈ അപവാദം പറഞ്ഞുണ്ടാക്കാനായിട്ട് എന്തൊരു മിടുക്കാൻ നോക്കിയേ. ഭർത്താവ് മരിച്ച പെണ്ണാണേ നീ. ആളുകളെ കൊണ്ട് ഒന്നും ഓരോന്ന് പറഞ്ഞു ഉണ്ടാക്കിപ്പിക്കാതെ നീ സൂക്ഷിക്കണേ. ഇവിടുത്തെ നാട്ടുകാരെ നാക്കാണ്. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ? അറിയാൻ മേലായിട്ട് ചോദിക്കുക. പിന്നെ ഒരു കാര്യം, ഈ 3 വർഷം കൊണ്ട് ഞാൻ ജീവിച്ചൊരു ജീവിതമുണ്ട്, അതെനിക്ക് തന്നൊരു ശക്തിയുണ്ട്. അത് മതി എനിക്ക് മുന്നോട്ട് പോകാൻ. ഈ ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കാൻ പോണില്ല. കാരണം ഞാൻ ജീവിക്കുന്ന എൻ്റെ മോക്ക് വേണ്ടിയാ.